ഇത് അലുമിനിയം ഷീറ്റ് ആണോ എന്ന് ചോദിച്ചിട്ട് ആരും വരരുത്. ഇത് പേപ്പറാണ്. ഇനിയിപ്പോൾ അതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ വല്ല പലക പോലെ ഉണ്ടാവും. ഇതിന്റെ പേരെന്താ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ആ പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ ടേബിളിന്റെ ആവശ്യമില്ല, വെറുതെ കയ്യിൽ വെച്ചിട്ട് വരച്ചാൽ മതി. ആ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയിട്ടുള്ള ഒരു പേപ്പറാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അർജുൻ ആൻഡ് ദിസ് ഇസ് മൈ ആർട്ട് ഡയറീസ്. ഇത് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ന്യൂ ടു ഡ്രോയിങ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ചിത്രം വരച്ച് തുടങ്ങുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെ ഒരു ഡൗട്ടായിരിക്കും ഏത് പേപ്പറായിരിക്കും വരയ്ക്കാൻ കുറച്ചും കൂടി നല്ലത് എന്നുള്ളത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട് മാറും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് ഡ്രോയിങ്സിനും നമ്മൾ ഒരേ പേപ്പറല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓരോ ഡിഫറെന്റ് പേപ്പേഴ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോരോ കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഒരു പേപ്പർ സെലക്ട് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ഏതൊരു ഡ്രോയിങ് വരയ്ക്കുകയാണെങ്കിലും, ഇപ്പോൾ പെൻസിൽ ഡ്രോയിങ് ആയിക്കോട്ടെ, വാട്ടർ കളർ ആയിക്കോട്ടെ, വേറെ ഏത് ടൈപ്പ് ഓഫ് ഡ്രോയിങ്സ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ പെയിന്റിങ് ചെയ്യുകയാണെങ്കിലും നമുക്ക് അതിനനുസരിച്ചുള്ള പേപ്പർ വരച്ചാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഒരു പേപ്പർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ GSM നോക്കിയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുക. ചിലപ്പോൾ ഒരു പേപ്പറിന് 50 GSM എന്നായിരിക്കും, ചില പേപ്പറുകൾക്ക് 150 GSM ആവും, ചില പേപ്പർ 220, അങ്ങനെ വാല്യൂ ഇങ്ങനെ കൂടി കൂടി പോകും. GSM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം പെർ സ്ക്വയർ മീറ്റർ എന്നുള്ള ഒരു വാല്യൂ ആണ് വരിക. എന്ന് വെച്ചാൽ ഒരു പേപ്പറിന്റെ തിക്നെസ്സും പിന്നെ അതിന്റെ വെയിറ്റും മെഷർ ചെയ്യുന്ന ഒരു ഫോർമുലയാണ് GSM. ഇപ്പൊ നമ്മൾ 50 GSM പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രേസിംഗ് പേപ്പർ, പിന്നെ നമ്മൾ ന്യൂസ് പേപ്പർ, അതിൻ്റെയൊക്കെ പേപ്പറിന്റെ തിക്നെസ് കണ്ടിട്ടില്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ഓഫ് പേപ്പേഴ്സിനാണ് നമ്മൾ 50 GSM എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് ഇടുക. 50 GSMന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഫിനിഷ്ഡ് ആർട്ട് വർക്ക് ചെയ്യാനൊന്നും നമ്മൾ ഉപയോഗിക്കില്ല. ട്രേസിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിനെ പറ്റി പറഞ്ഞത്. ഇനി നമുക്ക് നോക്കേണ്ടത് 70 to 90 GSM എന്ന് പറയുന്ന ഒരു വാല്യൂവിന്റെ ഇടയിലുള്ള പേപ്പറുകളാണ്. ഈ പേപ്പറുകൾ സാധാരണ നമ്മുടെ നോട്ട്ബുക്കിലും പിന്നെ A4 ഷീറ്റ് അങ്ങനത്തെ കുറെ പേപ്പറുകളൊക്കെ ഇല്ലേ, നമുക്ക് സ്കെച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് പേപ്പറുകളാണ് കേട്ടോ. ജസ്റ്റ് ഒരു ഗസ്റ്റർ ഡ്രോയിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആപ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പേപ്പറുകളാണ് ഈ 70 to 90 GSM വാല്യൂലുള്ള പേപ്പറുകൾ. അടുത്ത കാറ്റഗറി ഓഫ് പേപ്പേഴ്സ് ആണ് 100 to 120 GSM പേപ്പർ. ഈ പേപ്പറുകൾ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷെ എന്നാലും A4 ഷീറ്റിനേക്കാളൊക്കെ കുറെ കട്ടി കൂടിയതാണ്. നമ്മുടെ ചാർട്ട് പേപ്പറൊക്കെ ഇല്ലേ, ഏകദേശം അതേപോലത്തെ പേപ്പറുകളാണ് നമ്മൾ 100 to 120 GSMന്റെ വാല്യൂവിൽ നമ്മൾ ഉൾപ്പെടുത്തുക. ഈ ഒരു ഡ്രോയിങ് വരച്ചിട്ടുള്ള ഈ ഒരു പേപ്പർ, ഇത് 100 GSMന്റെ പേപ്പറാണ്. ഇതിന്റെ പേരെന്താ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഞാൻ അന്ന് ഇത് മേടിച്ചിട്ട് ഒരു 2-3 കൊല്ലമൊക്കെ ആയി. അപ്പൊ ഞാൻ ആ സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു പേപ്പറാണ് കേട്ടത്. അപ്പൊ ഇതില് സത്യം പറഞ്ഞാൽ വരയ്ക്കുന്നത് അത്ര വലിയ കുഴപ്പമില്ലാതെ നമുക്കൊരു ഫിനിഷ് ആക്കി കിട്ടും. നോട്ട് ഹൈലി റെക്കമെൻഡ്. അടുത്ത കാറ്റഗറി ഓഫ് പേപ്പറാണ് 120 to 180 GSM പേപ്പേഴ്സ്. ഈ പേപ്പറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു പേപ്പറാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റഫ് ഫീലിംഗ് തോന്നില്ല, നമുക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ട് നമുക്ക് എല്ലാ ഷെയ്ഡിങ്ങും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 140 GSMന്റെ ഒരു പേപ്പർ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ല, ഇത് 140 GSMന്റെ പേപ്പറാണ്. ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 140 GSMന്റെ പേപ്പറാണ്. ഈ ഒരു പേപ്പർ ചാർട്ട് പേപ്പറിനേക്കാളും കുറച്ചും കൂടി കട്ടി കൂടിയതാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഗ്രാഫൈറ്റ് പെൻസിലും പിന്നെ ചാർക്കോളും വെച്ച് ചെയ്യാൻ ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പേപ്പറും ഇത് തന്നെയാണ് കേട്ടോ. 140 GSMന്റെ പേപ്പറാണ് ഞാൻ ഗ്രാഫൈറ്റ് പെൻസിലും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുക. പിന്നെ അത് മാത്രമല്ല, ഇത് മടക്കുമ്പോൾ അധികം ചുളിവുകളും കാര്യങ്ങളൊന്നും വരാറില്ല. നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മടക്കാൻ പറ്റും. മറ്റേ സാധാരണ ചെറിയ GSM കുറഞ്ഞ പേപ്പറുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മടക്കി കഴിഞ്ഞാൽ ചുളിവുകളൊക്കെ പെട്ടെന്ന് വീഴും. ഇതിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇനി പറയാൻ പോകുന്നത് 180 to 220 GSMന്റെ പേപ്പേഴ്സ് ആണ് കേട്ടോ. ഈ പേപ്പറുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനെ ഒരു ഓൾറൗണ്ടർ എന്ന് വേണം വിളിക്കാൻ. കാരണം ഇതിൽ നമുക്ക് പെൻസിൽ ഡ്രോയിങ്ങും പറ്റും, ചാർക്കോളും പറ്റും, വാട്ടർ കളറും പറ്റും, ആക്രിലിക് ഡ്രോയിങ്ങും പറ്റും. എല്ലാ ടൈപ്പ് ഓഫ് ആർട്ടുകളും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഇത് 210 GSMന്റെ പേപ്പറാണ് കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ ഈ ഒരു സാധനമായിരിക്കും നമ്മൾ കൂടുതലും കണ്ടിട്ടുണ്ടാവും. ഈ മറ്റേ ഡ്രോയിങ്സ് ഒക്കെ വരച്ചു കൊടുക്കുന്നതും ഈ കമ്മീഷൻ ഡ്രോയിങ്സും പെയ്ഡ് വർക്കുകളൊക്കെ ചെയ്യുന്നത് ഏകദേശം ഇങ്ങനത്തെ പേപ്പറുകളിലായിരിക്കും.
എന്റെ കൂട്ടുകാരൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഈ 200 GSMന്റെ പേപ്പേഴ്സ് ആണ്. നമ്മളൊക്കെ ഈ പോർട്രേറ്റ് വരയ്ക്കുന്ന സമയത്ത് മുടി വരയ്ക്കുമ്പോൾ ചില ആൾക്കാർ ചില ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കും. ഈ മഷിയില്ലാത്ത പേന വെച്ചിട്ട് ആദ്യം ഒന്ന് ഔട്ട്ലൈൻ ഇടും, എന്നിട്ട് അതിന്റെ മേലെ കൂടെ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് മുടി കറക്റ്റ് ആയിട്ട് നമ്മൾ അതിന്റെ മുടിയുടെ ടെക്സ്ചർ ഒക്കെ നന്നായിട്ട് വിസിബിൾ ആവും. അപ്പൊ അങ്ങനത്തെ ഡ്രോയിങ്സ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഈ 220 GSMന്റെ ഒക്കെ പേപ്പറുകൾ. കുറച്ചും കൂടി ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ടൈപ്സ് ഓഫ് പേപ്പേഴ്സ് ആണ് അവര് കൂടുതലും പറയാറുള്ളത്. വരയ്ക്കാൻ ഉപയോഗിക്കുന്നതും അവര് റെക്കമെൻഡ് ചെയ്യുന്നതൊക്കെ ഇങ്ങനത്തെ പേപ്പറുകൾ തന്നെയാണ്. ഇനി അടുത്തതാണ് 220 to 300 GSMന്റെ പേപ്പറുകൾ. ഈ ടൈപ്സ് ഓഫ് പേപ്പേഴ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലും മറ്റേ സെന്റങ്കിൾഡ് ആർട്ട്, ആക്രിലിക് പെയിന്റിങ്, പോസ്റ്റർ കളേഴ്സ്, അങ്ങനത്തെ ടൈപ്സ് ഓഫ് ആർട്ട് വർക്കുകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 220 to 300 GSM ഉള്ള പേപ്പറുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറ്. ഈ ഒരു സാധനം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സാധനം എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ, സോറി. ഇനി അടുത്തതായിട്ട് 300+ 400 GSMന്റെ പേപ്പറുകളാണ് കേട്ടോ. നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് പേപ്പർ. ഇത് അലുമിനിയം ഷീറ്റ് ആണോ എന്ന് ചോദിച്ചിട്ട് ആരും വരരുത്, ഇത് പേപ്പറാണ്. ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 360 GSM ആണ് കേട്ടോ. അപ്പൊ 360 GSMന്റെ ഒരു പേപ്പറാണിത്. ഇത് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ടർ കളറ്, അങ്ങനെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പെയിന്റുകളുണ്ടല്ലോ, വാട്ടർ കളർ, പിന്നെ പോസ്റ്റർ കളർ, ആക്രിലിക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഓഫ് ദ ഇതാണ്. ഇപ്പോൾ മ്യൂറൽ ആർട്ടുകളൊക്കെ നമ്മളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേപ്പറിനാണ് കേട്ടോ ഈ 300 to 400 GSMന്റെ പേപ്പറുകൾ. അടുത്തതാണ് 400+ GSMകൾ, എന്താ വെച്ചാൽ 400 to 700 GSMന്റെ പേപ്പറുകളൊക്കെ. ഇപ്പൊ ഇതന്നെ കണ്ടില്ലേ, ഈ 360 GSMന്റെ പേപ്പറിനെ കണ്ടില്ലേ, ഇതൊരുമാതിരി അലുമിനിയം ഷീറ്റ് പോലെ ഇരിക്കുന്ന. ഇനിയിപ്പൊ അതൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ വല്ല പലക പോലെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ പേപ്പറുകളൊന്നും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ അന്നൊരു ദിവസം ഞാൻ ഒരു കടയിൽ നിൽക്കുന്ന സമയത്ത് ഏട്ടാ 2000 GSMന്റെ പേപ്പർ ഉണ്ടോ ചോദിച്ചിട്ട് ഒരുത്തം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെയായി, ഇതിപ്പോ അവൻ എന്തിനാ കൊണ്ടുപോകുന്നത് എനിക്ക് അറിഞ്ഞൂടോ. സത്യം പറഞ്ഞാൽ ആ പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ ടേബിളിന്റെ ആവശ്യമില്ല, വെറുതെ കയ്യിൽ വെച്ചിട്ട് വരച്ചാൽ മതി. അന്ന് അല്ലെങ്കിൽ അവിടുന്ന് പലക പോലെ ഇരിക്കും സാധനം. അപ്പൊ ഈ ഒരു സ്കെച്ച് ബുക്ക് കണ്ടില്ലേ, ഇത് 140 GSMന്റെ സ്കെച്ച് ബുക്കാണ്. ഇതിൽ ഞാൻ പോർട്രേറ്റുകൾ വരയ്ക്കാറുണ്ട്, പിന്നെ അതും ഗ്രാഫൈറ്റും ചാർക്കോളൊക്കെ ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്നതാണ് കേട്ടോ. പെൻസിൽ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ വാട്ടർ കളറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 300 GSM, ഞാൻ ഇപ്പോൾ കാണിച്ചെന്ന പേപ്പർ പോലത്തെ അങ്ങനത്തെ പേപ്പറുകൾ മേടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇപ്പൊ നിങ്ങളൊരു ബിഗിനറാണ്, ഇപ്പൊ ഡ്രോയിങ് വരയ്ക്കാൻ തുടങ്ങിയിട്ടുള്ളെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് 140 GSMന്റെ പേപ്പറുകളായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഒന്ന് മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി അടിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലും കൂടി രേഖപ്പെടുത്തണം കേട്ടോ, അത് മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.